ഹായ് കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇതിനായിട്ടൊരു പാൻ എടുത്തിട്ട് ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി ചേർക്കുമ്പോൾ ഒന്നിക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർക്കുക. ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട് മുന്നേ, അല്ലെങ്കിൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് 1/2 കപ്പ് ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര പൊടി ആയതുകൊണ്ട് തന്നെ ഇത് ഇതിലേക്ക് ഇടുന്നിട്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാനിതിലേക്ക് ഏലക്കായപ്പൊടിയാണ് 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നേന്ത്രപ്പഴമാണ്. ഇത് നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. ഇത് കുറച്ച് നേരം ഇതിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ പഴം നന്നായിട്ട് വെന്ത് കിട്ടും. ഇതൊരു നന്നായിട്ട് കട്ടിയായിട്ട് കുറുകി വരും ചെയ്യും കേട്ടോ. ഇങ്ങനെ കുറുകി വരുമ്പോൾ ഞാനിതിലേക്ക് പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 കപ്പ് തിളപ്പിച്ച പാലാണ് കേട്ടോ. പച്ചപ്പാൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിത് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടിയിൽ നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് കുറുക്കിയെടുത്തിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ കട്ടിയിലാണ് ഞാനിത് കുറുക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറുത്തിടാം. അതിനായിട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ടിട്ട് പിന്നെ കുറച്ച് മുന്തിരിയും ചേർത്തിട്ട് നന്നായിട്ട് വറുത്ത് കോരിയിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പഴം കൊണ്ടുള്ള ഈ സ്വീറ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടോ. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹെൽത്തിയാണ്. അവരുടെ വയറ് നിറയും ചെയ്യും. നല്ല ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.